ഹായ് ഫ്രണ്ട്സ്, ടെക്സ് എറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സോൾഡറിങ് സ്റ്റാൻഡാണ് നിർമ്മിക്കുന്നത്. ഇലക്ട്രോണിക്സിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് സോൾഡർ ചെയ്യുമ്പോൾ കൈ പൊള്ളുന്നതിനും ചൂടാവുന്നതിനൊക്കെ സാധ്യതയുണ്ടാവും. ഒരു സ്റ്റാൻഡ് ഇല്ലാതെ നമ്മൾ സോൾഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റൈലായിട്ടുള്ളൊരു സോൾഡറിങ് സ്റ്റാൻഡ് തന്നെയാണ് നിർമ്മിക്കുന്നത്. നല്ല ഒരു സ്റ്റാൻഡിന് ഇന്ന് 900 രൂപ മുതലാണ് വില വരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരെണ്ണം നിർമ്മിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ തടിയുടെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മെറ്റലിൻ്റെ പീസ് ആയാലും മതി. മെറ്റലാകുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവും. ഞാനിത് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ തടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു 3 പീസാണ് തടിയിൽ എടുത്തിട്ടുള്ളത്. ഇത് 3 ഞാൻ സാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു അലുമിനിയമാണ്, ഹീറ്റ് സിങ്കിൻ്റെ കഷ്ണമാണ്. ഇത് ഞാൻ ഷേപ്പിൽ വളച്ചെടുത്ത് തുളയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ക്ലിപ്പിന് 5 രൂപയാണ് ഇന്ന് വിലയുള്ളത്. ഈ ഒരു ക്ലിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എല്ലാ കഷ്ണങ്ങളിലും ഞാൻ സീലർ ഇടുകയാണ്. പോളിഷ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീലർ. തടി കേടുകൂടാതിരിക്കുന്നതിനും തടിക്ക് നല്ല ഫിനിഷിങ് വരുന്നതിനുമായിട്ടാണ് സീലർ ഇടുന്നത്. ഈ സീലർ ഇടുമ്പോൾ അത് കയ്യിൽ പറ്റാതെ നമുക്ക് പിടിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു കഷ്ണത്തിൽ ഞാൻ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്തൊരു പീസ് ഇതിലേക്ക് വെച്ച് മുറുക്കുന്നതിന് വേണ്ടിയാണിത്. അതിനുള്ള ഹോളിലേക്ക് ഞാൻ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അതോടൊപ്പം ഈ കാണുന്ന മറ്റുള്ള പീസുകളിലേക്കും ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. കാരണം നമ്മളിത് സീലർ ഇടുമ്പോൾ കയ്യിൽ പറ്റാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്ക്രൂവിൽ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സ്ക്രൂ ഇതിലേക്ക് പിടിപ്പിച്ച് വയ്ക്കുന്നത്. ഇനി ഞാനിതിലേക്ക് സീലർ ഇടുകയാണ്. ഞാൻ ഈ പീസുകൾ സാൻഡ് ചെയ്തിട്ടുള്ളതാണ്. 80-ൻ്റെയും 120-ൻ്റെയും വാട്ടർ പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് സാൻഡ് ചെയ്ത് വെച്ച ശേഷമാണ് ഞാനിതിലേക്ക് സീലർ ഇടുന്നത്. ഈ ഒരു സീലർ ഇടുമ്പോൾ നമുക്കൊരു കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീലർ ഇടാം. ഈ സീലർ ഒഴുകി പിടിക്കരുത്. നമ്മളിത് വ്യക്തമായിട്ട് തുടച്ചെടുക്കണം. ഒഴുകി പിടിച്ചാൽ ആകപ്പാട് വൃത്തികേടായിട്ടിരിക്കുന്നതാണ്. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു സീലർ ഇട്ട് ഇതുപോലെ തന്നെ എല്ലാ പീസുകളിലേക്കും സീലർ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു 3 തടിയുടെ പീസിലും 2 കോട്ട് വീതം സീലർ ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇനി പോളിഷ് ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു സീലർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഒരു ക്ലിപ്പ് ഈ ഒരു ചെറിയ പീസിലേക്ക് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് സ്ക്രൂ ഇട്ട് ഈ ഒരു ക്ലിപ്പ് ഞാൻ മുറുക്കി കൊടുക്കുകയാണ്. നമ്മളിത് ആദ്യം തന്നെ ഈ ഒരു തടിയുടെ പീസിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് തടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഹോൾ ആദ്യം നിർമ്മിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിട്ട് മുറുക്കി കൊടുക്കുന്നതിന്. നമുക്ക് ഈ ഒരു ക്ലിപ്പ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതിലേക്ക് മുറുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതിലേക്ക് മുറുക്കി കൊടുക്കാം. നമ്മൾ ഇതിന് പകരം ഈ താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു പീസിന് പകരം ഒരു മെറ്റലിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ചുകൂടി ബലമുണ്ടാവും. കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവും. അത് ഈ ഒരു സ്റ്റാൻഡ് മറിഞ്ഞു പോവുകയില്ല. ഞാനിത് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ ഐസികളും അതുപോലുള്ള സാധനങ്ങളൊക്കെ സോൾഡർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര വെയിറ്റ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്ലിപ്പ് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ അടിയിലത്തെ ഒരു പീസിന് 1 ഇഞ്ച് വീതിയുണ്ട്, മുകളിലത്തെ 1/2 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഹീറ്റ് സിങ്ക് വളച്ചെടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഇതൊരു സെൻട്രലായിട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നതാണ്. കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് ഈ ഒരു പീസ് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഒരു ലോക്ക് നട്ട് കൂടി ഇടേണ്ടതാണ്. ഞാനിപ്പോൾ അതിൽ ഇട്ടിട്ടില്ല, ഒരു നട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു അലുമിനിയത്തിൻ്റെ പീസിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഈ ഒരു തടിയുടെ പീസിലും ഹോൾ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ്. 3/4 ഇഞ്ചിൻ്റെ 2 സ്ക്രൂകളാണ് കൊടുക്കുന്നത്. ഇത് 2 എണ്ണം കൊടുക്കുന്നത് ഇളകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. മുകളിലത്തെ പീസിൽ ഒരു നട്ട് ബോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളുടെ ആവശ്യാനുസരണം നമ്മളുടെ മുകളിലത്തെ പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. നമുക്ക് ആവശ്യത്തിന് ചരിച്ചു വെക്കുന്നോ നിവർത്തി വെക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിന് വേണ്ടിയാണ് മുകളിൽ ഒരു നട്ട് ബോൾട്ട് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു അടിപൊളി ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെയുള്ള ഒരു സോൾഡറിങ് സ്റ്റാൻഡാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ ഒരു സോൾഡറിങ് സ്റ്റാൻഡിന് ഏകദേശം 900 രൂപ 1000 രൂപ ആ റേഞ്ചിലാണ് വില വരുന്നത്. നമുക്കിപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രമേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഒരു സോൾഡറിങ് സ്റ്റാൻഡ് നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെ എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.